ഉൾക്കൊണ്ട ആ ദഅവത്തിന്റെ മേഖലകൾ തുറക്കാൻ ഇനിയും ഏതെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ അവിടേക്ക് ഇസ്ലാമിനെ വ്യാപിപ്പിക്കുക, പറഞ്ഞു കൊടുക്കുക എന്നത്. സഹാബിവര്യന്മാരിൽ പലരുടെയും അവസ്ഥാവിശേഷങ്ങളും സാഹചര്യങ്ങളും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവരുൾക്കൊണ്ട ആ തൗഹീദ്, കാരണം തൗഹീദ് ഉൾക്കൊള്ളാതെ ബാക്കി എന്ത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും, എത്ര നമസ്കരിച്ചു കഴിഞ്ഞാലും, എത്രത്തോളം ഖുർആനുമായി ബന്ധം ചെലുത്തി വിശുദ്ധ ഖുർആൻ നിരന്തരമായി പാരായണം ചെയ്തു കഴിഞ്ഞാലും, മറ്റുള്ള ആരാധനാ കർമ്മങ്ങളിൽ നിമഗ്നരായി ജീവിച്ചു കഴിഞ്ഞാൽ പോലും വിജയിക്കണമെങ്കിൽ ഒന്നാമതായി തൗഹീദ് ഉള്ള ആളുകളായി തീരുക തന്നെ വേണം. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലഘട്ടങ്ങളിൽ തന്നെയും അവിടുന്ന് ഒരുപാട് തരത്തിലുള്ള സാമ്പത്തികമായി ഗനീമത്ത് സ്വത്തുകളൊക്കെ മദീനയിലെ മസ്ജിദ് നബവിയുടെ അരികിൽ വന്ന് കുമിഞ്ഞുകൂടി കിടക്കുമ്പോൾ പോലും അതിൽ നിന്ന് ഒന്നുപോലും എടുക്കാതെ, ഭൗതികമായി ഒരു താല്പര്യവും കാണിക്കാതെ ഭൗതിക വിരക്തിയിൽ ജീവിച്ചിരുന്ന മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ കിടക്കുന്നത് കണ്ടുകൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് ചോദിക്കുകയാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹസീരി മാ ബൈനഹു വ ബൈനഹു ശൈഉൻ വതഹ്ത റഅസിഹി വിസാദതു മിൻ അദമി ഹശ്വുഹാ ലീഫുൻ. അല്ലാഹുവിന്റെ റസൂൽ ഒരു പായയിൽ കിടക്കുകയായിരുന്നു. തിരുമേനിയുടെയും പായയുടെയും ഇടയിൽ വിരിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ശരീരമാകട്ടെ ആ ശരീരത്തിന്റെ ഏറ്റവും മൃദുലതയുള്ള, സൗന്ദര്യത്തിന്റെ ഏറ്റവും നിറകുടമായ ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പന നാര് നിറച്ച തോളിന്റെ തലയിണയും അതോടൊപ്പം അത്രത്തോളം പരിക്കനായിട്ടുള്ള ഒരു പായയിൽ കിടന്ന് അവിടുത്തെ ശരീരത്തിൽ അതിന്റെ അടയാളങ്ങൾ, പാടുകൾ കണ്ടപ്പോൾ വലിയ വേദനയോടുകൂടി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ അവസ്ഥയിൽ കാണുകയാ. ഫറഅയ്തു അഹറൽ ഹസീരി ഫീ ജൻബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ ശരീരത്തിന്റെ ആ ശരീരത്തിന് മുഴുവനും പരിക്കുകൾ വന്നതായിക്കൊണ്ട് അതിന് വേദന കാണുകയും ഫബകൈതു, അദ്ദേഹം കരയുകയും ചെയ്യുകയാം. മാ യുബ്കീക്, എന്തിനാണ് ഉമറെ നിങ്ങൾ കരയുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയും എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറയുകയാ, യാ റസൂലല്ലാഹ് ഇന്ന കിസ്റ വ കൈസറ ഫീമാ ഹുമാ ഫീ വ അൻത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കിസ്റ അല്ലെങ്കിൽ കൈസർ രാജാവും അതുപോലെ കിസ്റയുടെ ഭരണാധികാരികളും ഒക്കെ അവരൊക്കെ ഏറ്റവും നല്ല ആഡംബരത്തിൽ ജീവിക്കുമ്പോൾ ലോകത്തിന്റെ പ്രവാചകരെ അങ്ങ് കിടക്കുന്നത് എവിടെയാ? ഇത് കാണുമ്പോഴാണ് എനിക്ക് പ്രയാസം എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, അമാ തറല്ല അൻ തകൂന ലഹുമദ് ദുനിയാ വലക്കൽ ആഖിറ. ഞാൻ അവരൊക്കെ ഏറ്റവും നല്ല സൗകര്യങ്ങൾ ജീവിക്കുമ്പോൾ പാരത്രികമായ വിജയവും പാരത്രികമായ ലക്ഷ്യവും അത് എനിക്ക് ലഭ്യമാകുന്നതും താങ്കൾക്ക് കിട്ടുന്നതും താങ്കൾ ഇഷ്ടപ്പെടുന്നില്ലേ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരിച്ചുള്ള ചോദ്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ലളിതമായ രീതിയിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ആയിത്തീർന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാ മേഖലയിലും വിശ്വാസികൾക്ക് മാതൃകയാണ്. പിൻപറ്റാൻ ലോകത്ത് ഒരേ ഒരു നേതാവ് മാത്രം, അത്രമാത്രം ലോക സമൂഹത്തിന്റെ മുന്നിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് അതൊരു തുറന്ന പുസ്തകം പോലെ വായിച്ചെടുക്കാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതക്രമങ്ങളെ അതുപോലെ സഹാബിവര്യന്മാര് പിൻപറ്റുകയുണ്ടായി. ആ പിൻപറ്റിയ സഹാബിവര്യന്മാര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള ഇഷ്ടവും സ്നേഹവും കാരണം അവര് ഈ തൗഹീദിലേക്കും അതോടൊപ്പം തന്നെ ഇസ്ലാമിലേക്കും പ്രവേശിക്കുകയും അത് മറ്റുള്ള ആളുകളിലേക്ക് വ്യാപിപ്പിക്കാനായി ഓടി നടന്നുകൊണ്ട് ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങളിൽ അവർ സജീവമായി. എന്നാൽ അവർക്ക് കിട്ടിയ ഇഹലോകത്തുള്ള സമ്മാനം എന്താണ്? ചുട്ടുപൊള്ളുന്ന എണ്ണയിലേക്കാണ് മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ റളിയല്ലാഹു തആല അൻഹുവിനെ ഇറക്കി വെക്കാൻ പോകുന്നത്. ആ സ്വഹാബി വരനോട് അതിന്റെ മുൻപായി കൊണ്ട് പറഞ്ഞത്, അബ്ദുല്ലാ, നിങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഈ പുതിയ ദീനും ഈ പുതിയ ആചാരവും അനുഷ്ഠാനങ്ങളും മുഴുവൻ നിങ്ങൾ ഉപേക്ഷിക്കുകയാണ് എങ്കിൽ ഈ നാടിന്റെ പകുതിയും ഇതുപോലെയുള്ള റോമാ സാമ്രാജ്യത്തിലെ ഏറ്റവും നല്ല സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും നിങ്ങൾക്ക് നൽകാം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആവശ്യമില്ല. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് എന്ത് ഞങ്ങൾ നൽകാം. ഭരണാധികാരിയുടെ ഏറ്റവും നല്ല രീതിയിലുള്ള മോഹവാഗ്ദാനങ്ങൾക്ക് മുന്നിൽ പതറാതെ സധൈര്യം മുന്നോട്ട് ഗമിച്ച മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഹുദാഫ
ആ സഹാബിയെ ഏറ്റവും ക്രൂരമായ രീതിയിൽ ചുട്ടുപുളക്കുന്ന അല്ലെങ്കിൽ ചുട്ടുതിളക്കുന്ന എണ്ണയിലേക്ക് ഇറക്കി വെക്കുമ്പോ ആ മഹാനായ മനുഷ്യൻ കരയുകയാണ്. ആളുകൾ ചോദിച്ചു, അവിടെയുള്ള ഭരണാധികാരികളും കിങ്കരന്മാരും സൈന്യാധിപരും ചോദിക്കുകയാണ്, ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ആദർശത്തെയും മതത്തെയും വലിച്ചെറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം തോന്നുന്നില്ലേ? അദ്ദേഹം പറഞ്ഞു, അതല്ല ഞാൻ കരയുന്നത്, ഇതുപോലെ ഷഹീദാകുവാൻ എന്റെ ശരീരത്തിലെ രോമത്തിന്റെ അത്രമാത്രം ശരീരങ്ങൾ എനിക്കുണ്ടായിരുന്നുവെങ്കിൽ ഇനിയും ഇനിയും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി എനിക്ക് ഷഹീദാകാമായിരുന്നില്ലേ? പക്ഷേ എനിക്കൊരു ശരീരമേലേ ഉള്ളൂ എന്നത് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത് എന്ന്